ഞാൻ മറന്നുപോയി പറയാൻ. ഇന്നു മുതൽ ഞാൻ കോളേജ് ഹോസ്റ്റലിലാട്ടോ നിൽക്കണേ. ഹോസ്റ്റലിലോ? അതെന്താ മാഡം? ഇവിടെ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടാണോ? ഏയ് അതൊന്നുമല്ല. ഞാൻ അലനെ കാണാൻ ഇടയ്ക്ക് വന്നോളാം. എന്നെ ഓർത്ത് വെറുതെ ആവുണ്ടാകുന്ന എന്നാമ്മ അടുത്ത് പറഞ്ഞേരെ. ഐ വിൽ ടേക്ക് കെയർ ഓഫ് മൈസെൽഫ്. ഓക്കെ ബൈ, പിന്നെ വിളിക്കാം. ഓഫീസിൽ നിന്നും ക്ഷീണിതനായി തിരിച്ചു വന്ന ആഡം അല്പം അലസതയോട് കൂടി ലിവിംഗ് റൂമിലെ സോഫയിലിരുന്നു. ലൈലയോട് എനിക്ക് ഫുഡ് എടുത്തു വെക്കാൻ പറ. സാർ, അത് മാഡം ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലാതെ പിന്നെ എവിടെയാ? മാഡം കോളേജ് ഹോസ്റ്റലിൽ നിൽക്കുവാന്നാ പറഞ്ഞേ. ഹോസ്റ്റൽ? യെസ്. അവളെ തിരിച്ചു വിളിക്കൂ. സാർ, മാഡത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫാ. ഹൗ ഡെയർ! സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുന്നല്ലേ? വെരി ഗുഡ്. ഹോസ്റ്റൽ റൂമിലേക്ക് വിളിക്കുക. ഇപ്പോൾ മാഡം ഉറങ്ങിക്കാണും. ഇനി വിളിച്ച് ബുദ്ധിമുട്ടിക്കണോ? നാളെ രാവിലെ തന്നെ വിളിച്ചുകൊണ്ട് വരാം. സാർ എങ്ങോട്ട് പോവാ? ഞാൻ അവിടെ ചെന്ന് വിളിച്ചാൽ അവൾ വരുമോയെന്ന് നോക്കട്ടെ. എന്റെ മനസ്സ് പറയുന്നു, നിന്നെ ആഡം ഈ ലോകം മൊത്തം തപ്പി നടക്കുവാണ്. എൻ്റെ സാറ, എന്നെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ. എന്നെ കൊണ്ട് ആ വീട്ടിൽ ഒരു ഉപകാരവും ഇല്ല. അതിനെ കാണാനാണെങ്കിൽ അങ്ങനെ സമ്മതിക്കുകയോ ഇല്ല. പിന്നെ ഞാൻ എന്തിനാ അവിടെ നിൽക്കണേ? നിന്നെ ഏറ്റവും കൂടുതൽ ആവശ്യം ആഡമയാണല്ലോ. അന്ന് നിന്നെ അന്വേഷിച്ച് അവിടെ നൈറ്റ് ക്ലബിൽ വന്നില്ലേ? അന്ന് പുള്ളിയുടെ കലിപ്പ് കണ്ടിട്ട് നീ ബാക്കി ഉണ്ടാവൂലെന്ന് ഞാൻ ഓർത്തെ. ഇപ്പോഴെങ്കിലും നീ അത് ഓർത്തൂലോ? അവിടെ എങ്ങാനും നിന്നെ കാണാഞ്ഞിട്ട് നീ ചത്തുപോയിന്നാ ഞാൻ ഓർത്തെ. ഞാൻ പറഞ്ഞു നിർത്തിയില്ല. ദേ അതിനു മുമ്പ് നിനക്കുള്ള കോളാ, ചെന്നെടുക്ക്. നീ എടുക്ക്. ശരി ശരി. ലൈല ആൻഡ്രിയാൻ എന്നു പേരുള്ള റൂംമേറ്റിന്റെ ഹസ്ബൻഡ് താഴെ വെയിറ്റിംഗിലാണ്. ഹോസ്റ്റലിലെ മെയിൻ ഡോർ ക്ലോസ് ചെയ്യാൻ പോവുക. പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ. ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത അമ്മച്ചിയാ. എന്താ പറഞ്ഞേ? ലൈല ആൻഡ്രിയാന്റെ ഹസ്ബൻഡ് എന്ന വ്യക്തി താഴെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ. ചുമ്മാ കളിക്കാതെ സത്യം പറ. ആടി, സത്യമായിട്ടും എനിക്ക് തോന്നുന്നത് ആഡമാണെന്നാ. നീ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി ചെല്ലേ, അല്ലെങ്കിൽ പുള്ളി ഇങ്ങോട്ട് ഇടിച്ചു കയറി വരും. ഗേൾസ് ഹോസ്റ്റലിലേക്ക് അതിക്രമിച്ച് കയറിയ പ്രമുഖൻ. ആഹാ, അന്തസ്. അത് പിന്നെ ആകെ മാറ്റക്കേസാവേ. കോളേജിലെ പിള്ളേര് നിന്റെ ഫോട്ടോ നല്ല ഒന്നാന്തരം ക്യാപ്ഷൻ വെച്ച് പോസ്റ്റർ അടിക്കുവേ. നീ എന്റെ BP കൂട്ടാനായിട്ട് ഉണ്ടായതാണോ ഷൗമേ? ഞാൻ എന്താണെങ്കിലും പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഇങ്ങോട്ട് കയറി വരുവാണെങ്കിൽ വരട്ടെ. അതിനു മുമ്പ് ആരെങ്കിലും പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തോളും. ഇത്രയും ദുഷ്ടയാവല്ലേ ലൈല. ഇനി ചിലപ്പോ വേറെ ആരെങ്കിലും ആണെങ്കിലോ? ഇനി രാഹുൽ ആണെങ്കിലോ? അതിനും ചാൻസ് ഇല്ലേ? എങ്കിൽ ഞാൻ ആദ്യം ആരാന്ന് താഴെ പോയി നോക്കിയിട്ട് വരാം. എൻട്രൻസിൽ നിൽക്കുന്ന ആഡമിനെ സാറ കണ്ടതും, ഓ ആഡമാർന്നോ? ഞാൻ ലൈലയെ കൂട്ടിയിട്ട് വരാം. സാറാ നിൽക്ക്. ഞാനാ വന്നേക്കണേന്ന് പറയണ്ട. സോറി, അതെന്റെ എത്തിക്സിനെതിരാ. ലൈല എന്റെ ഫ്രണ്ടാ. അവളെ എനിക്ക് ചീറ്റ് ചെയ്യാൻ പറ്റില്ല. കപ്പിൾസിന്റെ ഒരുമയ്ക്ക് വേണ്ടിയാണെങ്കിലും താൻ ആ എത്തിക്സ് ഒക്കെ ഒന്ന് മാറ്റി വയ്ക്കൂലേ? A few moments later. ലൈല, ലൈല, താഴെ വീൽ ചെയറിൽ ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ മുഖം കണ്ടില്ല. അലൻ? സാറ പറഞ്ഞ് തീരും മുന്നേ അവൾ റൂമിൽ നിന്നും ഇറങ്ങി ഓടി. ഹോസ്റ്റലിന്റെ പുറത്ത് വന്നതും അലൻ? അലൻ? അവൾക്കവനെ അവിടെയെങ്ങും കാണാനായില്ല. അവൾ ചുറ്റുമൊന്ന് നിരീക്ഷിച്ചു. പെട്ടെന്ന് അവിടെ അടുത്തുണ്ടായിരുന്ന വൃക്ഷച്ചുവടിന്റെ മറവിൽ നിന്നും നീങ്ങി വരുന്ന രൂപത്തെ അവൾ കണ്ടു. ആഡമിനെ കണ്ടപാടെ അവൾ തിരിഞ്ഞു ഓടി. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ ഓട്ടം ദീർഘദൂരം പോയില്ല. കൗശലക്കാരനായ ചെന്നായുടെ കയ്യിൽ കിട്ടിയ ആട്ടിൻകുട്ടിയുടെ കഥ പറയണ്ടല്ലോ. വെച്ച് എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഇതെന്റെ കോളേജ് ക്യാമ്പസ് ആണ് ആഡം. ഹോസ്റ്റലിൽ വന്ന് നിൽക്കാൻ നിനക്കാരെ പെർമിഷൻ തന്നേ? എനിക്കാരും പെർമിഷൻ തരണ്ട. ഇതെന്റെ പേഴ്സണൽ ഫ്രീഡാ.
ഫ്രീഡം? അതൊക്കെ പണ്ട് ഗീവർഗീസിൻ്റെ അനന്തരവളായിരുന്നപ്പോൾ. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. വീട്ടിൽ നിന്നാൽ താൻ എന്നെ അലൻ്റെ കാര്യങ്ങൾ നോക്കാൻ പോയിട്ട് കാണാൻ പോലും അനുവദിക്കില്ലല്ലോ. പിന്നെ എന്താവശ്യം എന്നെ കൊണ്ട് ആ വീട്ടിലുള്ളത്? എൻ്റെ ചേട്ടനെ നീ നോക്കണ്ട, എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അലനറിയാമോ താൻ എന്നോട് ഇത്രയും ചീപ്പായിട്ടാ പെരുമാറണേന്നോ? പുള്ളിയാ നിന്നെ എൻ്റെ തലയെ കെട്ടിവെച്ചത്, പിന്നെ എൻ്റെ ചേട്ടനറിയാതിരിക്കുമോ? ഞെട്ടി കണ്ണും മിഴിച്ചു നിൽക്കുന്ന ലൈലയെ അവൻ പൊക്കിയെടുത്ത് തോളിലിടുന്നു. അയ്യോ, എന്തടക്കം കാണിക്കുന്നതിനെ താഴെ ഇറക്ക്. ആരെയും ഓടി വരണേ, ഈ മനുഷ്യനെ തട്ടിക്കൊണ്ടു പോകുന്നേ. അയ്യോ, ഒച്ച തീരെ പോരാ, കുറച്ചുകൂടെ ഉറക്കെ പറ. ആഡം, താൻ എന്നോട് ഇങ്ങനെ പെരുമാറുമ്പോൾ തൻ്റെ ബ്രദറിന് എന്ത് തോന്നുമെന്ന് താൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ചേട്ടൻ്റെ ഫീലിങ്സിനെ ശരിക്കും ഞാൻ കണക്കിലെടുത്തായിരുന്നെങ്കിൽ എൻ്റെ പൊന്നു മോളെ നിനക്ക് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ നേരം കാണൂലായിരുന്നു. ഹോസ്റ്റലിന്റെ മെയിൻ ഗേറ്റ് എത്തിയതും ആഡം അവിടെ നിന്ന് 2 സെക്യൂരിറ്റി ഗാർഡ്സിനെ നോക്കി കൈവീശി. അയ്യോ ചേട്ടന്മാരെ, ഇയാളെ തട്ടിക്കൊണ്ടു പോകുന്നതാ, എന്നെ രക്ഷിച്ചേ. സാറിൻ്റെ വൈഫിന് കുറച്ച് കുറുമ്പ് കൂടുതലാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം വിശ്വസിച്ചില്ല. എന്ത് മാങ്ങാ തൊലി, നിങ്ങൾ ഇതെന്തോന്ന് സെക്യൂരിറ്റി ഗാർഡ്സ് ആണോ? ആഡം എങ്ങോട്ടാ പോകുന്നേ? സ്റ്റോപ്പ് ദ കാർ. ഓക്കെ, ഞാൻ വീട്ടിൽ തിരിച്ചു വരാം. ബട്ട് അലൻ്റെ കാര്യങ്ങൾ നോക്കാൻ എന്നെ അനുവദിക്കണം. നീ എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അതിന് താൻ വേറെ വല്ല പെണ്ണിനെ നോക്ക്. നോ, ഐ ഓൺലി വാണ്ട് യുവർ സർവീസ്. അത് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ മതി. എങ്ങോട്ടാ പോകുന്നേ? ഇത് വീട്ടിലേക്കുള്ള വഴിയല്ലല്ലോ. ഇന്ന് നമ്മൾ വീട്ടിൽ പോകുന്നില്ല. പിന്നെ? ടു സീ ദ സൺറൈസ്. ഫൈനലി ആഡം തന്റെ കാർ അതിരില്ലാത്ത നീണ്ടു നിവർന്നു കിടക്കുന്ന ആ സമുദ്രതീരത്ത് പാർക്ക് ചെയ്തു. അലയടിച്ചുയരുന്ന തിരകളും രോമകൂപങ്ങളെ കുളിരിലാക്കുന്ന കാറ്റിനെയും ഒഴിച്ച് ആ കടൽ തീരം വിജനമായി കാണപ്പെട്ടു. ആർത്തിയോടെ ഇരച്ചു കയറുന്ന ആ തിരമാലകൾക്ക് അവളോടെന്തോ പറയാനുള്ളതുപോലെ അവൾക്ക് തോന്നി. ദീർഘനേരത്തെ ആ അനന്തതയിലേക്കുള്ള നോക്കിയിരിപ്പിന് ഒടുക്കമെന്ന പോലെ അവൻ അവളെ ഒന്ന് നോക്കി. കാറ്റ് തട്ടി തടവിക്കൊണ്ടിരുന്ന അവളുടെ മുടിയിഴകളിലൂടെ അവനൊന്ന് വിരലുകൾ ഓടിച്ചു. തൻ്റെ മുടിയിഴകളെ ചുരുളുകളാക്കിക്കൊണ്ടിരുന്ന ആഡമിനെ അവൾ നോക്കി. തൻ്റെ ആത്മാവിലേക്ക് നോക്കിയിരുന്ന കടലിനേക്കാൾ ആഴമുള്ള സുന്ദരമായ കണ്ണുകൾ അവളോടെന്തോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. Cause I wanna touch you, baby, and I wanna feel you too. I wanna see the sunrise and your sins, just me and you. Light it up on the run, let's make love tonight. Make it up, fall in love twice. തൻ്റെ ഹൃദയം ഇളകി മറയുന്നത് അവൾ ശ്രദ്ധിച്ചു. അവൻ തൻ്റെ കവിളിൽ വിരലോടിച്ചപ്പോൾ ശരീരമാകെ ചുട്ടുപൊള്ളുന്നത് പോലെ അവൾക്ക് തോന്നി. Not trying to be in there, not trying to be cool, just trying to be in there. Tell me, are you too? Can you feel where the wind is? Can you feel it through all of the windows inside this room? 'Cause I wanna touch you, baby, and I wanna feel you too. I wanna see. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഉണ്ടായിരുന്ന കുറ്റബോധം ഒന്ന് കൂടി എന്നല്ലാതെ സൂര്യോദയമൊന്നും അവൾ കണ്ടില്ല. കഴിഞ്ഞ തവണ ബ്രേക്ക്ഫാസ്റ്റിൽ കലർത്തിയ ഡ്രഗായിരുന്നു വില്ലനെങ്കിൽ ഇത്തവണ എന്ത് എക്സ്ക്യൂസാ പറയാനുള്ളതെന്ന് അവൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആരാഞ്ഞു. വീട്ടിൽ കൊണ്ടുവന്ന് കാർ നിർത്തിയതും ലൈല മുറിയിലേക്ക് ഓടി. കഴിഞ്ഞ തവണ അവൾ ഡ്രോവറിൽ ഒളിപ്പിച്ച പിൽസ് എടുത്തു. അന്നാമ്മ അത് മാറ്റിവെച്ചു എന്ന സത്യമറിയാതെ അതിൽ നിന്നും ഒരു പില്ലെടുത്ത് കഴിച്ചു. എൻ്റെ പിള്ളേരെ പ്രസവിക്കില്ല എന്ന് നീ ശപഥം ചെയ്തേക്കുവാണോ? അതെ, ഐ ഡോണ്ട് വാണ്ട് ടു. ഐ റിയലി ഡോണ്ട് വാണ്ട് ടു. എന്നോട് കൂടുതൽ ദയൊന്നും പ്രതീക്ഷിക്കില്ലേ മോളെ. അതും പറഞ്ഞ് അവളെ ഷോൾഡറിലാക്കി അവൻ 3-ാം നിലയിലേക്ക് കോണിപ്പടി കയറി. ശരിക്കും തന്റെ പ്രോബ്ലം എന്തുവാ? എന്നെ ഒന്ന് വെറുതെ വിട. നിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് പണീഷ് ചെയ്തില്ലേ നീ മര്യാദ പഠിക്കില്ല. അവൻ അവളെ
3rd ഫ്ലോറിലെ വ്യത്യസ്തമായ റൂമിലിട്ട് പുറത്തുനിന്ന് പൂട്ടുന്നു. ആരും കഥക് തുറക്ക്, കഥക് തുറക്കാടം. ഇത്രയും മനുഷ്യത്വമില്ലാതെ പെരുമാറില്ലേ ആടം. കാർ അൺലോക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ടിട്ടായിരിക്കും അവൾ പെട്ടെന്ന് ജനലിനരികേക്ക് ഓടി താഴത്തേക്ക് നോക്കുന്നു. താഴെ ഓഫീസിലേക്ക് പോകാൻ നിൽക്കുന്ന ആഡം ലൈലയെ കണ്ടതും അവളെ പൂട്ടിയ മുറിയുടെ താക്കോൽ കിലുക്കി കാണിക്കുന്നു. അത് കണ്ടതും അവൾക്ക് ദേഷ്യം ഇരച്ചു കയറി. എനിക്ക് പ്രാന്താണോ? പ്രാന്ത്. മൃഗം. മൃഗമല്ല, മൃഗങ്ങൾ കുറച്ചുകൂടി ഡീസൻ്റ്. താൻ പിശാചാണോ? നരകത്തിൽ നിന്ന് കെട്ടിഴുന്നുള്ള പിശാച്. മോളെ ഇന്നാ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച്. ഇങ്ങനെ പൂട്ടിയിട്ട് ഭക്ഷണം തരാൻ ഞാനെന്താ പട്ടിയും പൂച്ചയും വല്ലതും ആണോ? പറ്റുവാണെങ്കിൽ എന്നാമായി ഡോറൊന്ന് തുറന്നതാ. ഈ റൂമിന് സ്പെയർ കീസ് ഒന്നും ഇല്ല മോളെ. അന്ന് എന്നാമ ഒരു ലോക്ക് സ്മിത്തിനെ വിളിക്കുക. അങ്ങനെ എളുപ്പം തുറക്കാൻ പറ്റിയ ഒരു സിസ്റ്റം അല്ല മോളെ ഈ ലോക്കിനുള്ളത്. പണ്ട് ആഡമോൻ കുഞ്ഞാർന്നപ്പോൾ ജോൺ സാർ മോനെ പൂട്ടിയിടാൻ ഉപയോഗിച്ച റൂമാണിത്. പുള്ളി മരിച്ചു പോയതിനു ശേഷം ഈ റൂമിലേക്ക് ആർക്കും മോൻ പ്രവേശനം കൊടുത്തിട്ടില്ല. പിന്നെ അന്ന് എന്നാമ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക. അത് പോലീസിലൊക്കെ വിളിക്കാന്ന് വെച്ചാ വൈ കാണ്ട്? ഇത് മനുഷ്യാവകാശ ലംഘനാ. ഞാനെന്നാ ആദ്യം അലൻ മോനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. കോളിംഗ് ബെല്ല് കേട്ട ഡോർ തുറന്ന അന്നാമ. ഹായ്, ഇത് കാഞ്ഞിരക്കോട്ട് ജോണിൻ്റെ വീടല്ലേ? അതെ. ലൈല ഉണ്ടോ ഇവിടെ? നിങ്ങള്? ഓ, ഞാൻ ലൈലയുടെ സീനിയറാണ്. ഇന്ന് അവളെ കോളേജിൽ കണ്ടില്ല. ഓ, അത് മാഡത്തിന് ഇന്ന് സുഖമില്ലായിരുന്നു. നാളെ മുതൽ അവള് കോളേജിൽ വന്നോളും. ഓ, അവളെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അവളിപ്പോ ഉറങ്ങിക്കാണും. വയ്യാണ്ട് കിടക്കുമല്ലേ, ഇനി എഴുന്നേൽപ്പിക്കണോ? ഇതേ സമയം ആഡമിന്റെ തിരിച്ചുവരവിനെ കാത്ത് ജനലിനരികിലിരിക്കുന്ന ലൈല മുൻവശത്ത് കോർട്ട്യാർഡിലൂടെ സൈക്കിളിൽ കറങ്ങി നടക്കുന്ന ഒരുത്തനെ കാണുന്നത്. ആ പരിചയമുള്ള മുഖം അവളൊന്ന് സൂക്ഷിച്ചു നോക്കി. രാഹുൽ, 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 ഇവിടെ ഇവിടെ നോക്ക്. ലൈല, ആർ യു ഓക്കേ? യെസ്, ഐ ആം പ്രിറ്റി ഗുഡ്. എനിക്ക് താഴേക്ക് ഇറങ്ങി വാ, എനിക്കൊരു സാധനം തരാനുണ്ട്. ഇപ്പൊ പറ്റില്ല, നാളെ കോളേജിൽ വെച്ച് കാണാം. നീ പൊക്കോ. ലൈല, നിങ്ങൾ ലോക്ക് ചെയ്തിട്ടേക്കുവാണോ? അല്ല, ഞാനിവിടെ രാത്രിയിലെ വാനം നിരീക്ഷിക്കാൻ വന്നതാ. നീ പൊക്കോ, നാളെ കാണാം. ബൈ. നിർഭാഗ്യമെന്ന് പറയട്ടെ, കോർട്ട്യാർഡിൽ നിന്ന് 3ാം നിലയിലേക്ക് നോക്കി നിൽക്കുന്ന രാഹുലിന് മുന്നിൽ ഒരു കാർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. കണ്ണിലേക്ക് ഇരച്ചു കയറിയ കാറിന്റെ ഹെഡ്ലൈറ്റിനെ കയ്യിലുണ്ടായിരുന്ന റോസാപുഷ്പങ്ങളുടെ ബൊക്കെ വച്ച് അവൻ മറച്ചു പിടിച്ചു. ഒരു വഴിപോക്കൻ തന്റെ ഭാര്യയുമായി സല്ലപിക്കുന്ന കാഴ്ചയാണ് ആഡമിന്റെ കണ്ണുകളിലേക്ക് കയറിയത്. കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് പറയുവാണെങ്കിൽ ഏതോ ഒരുത്തനല്ല, ലൈല അവിടെ നിന്ന് വിളിച്ചു കൂന്നത് വ്യക്തമായി അവൻ കേട്ടു. രാഹുൽ. അവന്റെ നാഡീനരമ്പുകൾ വലിഞ്ഞു മുറുകി. കാറിൽ നിന്നും ആക്രമണ മനോഭാവത്തോടു കൂടി ചാടിയിറങ്ങിയ ആഡമിനെ ലൈല കണ്ടതും. രാഹുൽ, ഓട്, അവിടുന്ന് ഓട്, ഓടി രക്ഷപ്പെട്. നിങ്ങളാണോ അലൻ ജോൺ? നിന്നെ ഒന്ന് കയ്യിൽ കിട്ടാൻ നോക്കിയിരിക്കുമായിരുന്നു. ആഡം, സ്റ്റോപ്പ്, സ്റ്റോപ്പ് ഇറ്റ്. ആഡം, നിർത്ത്. അന്നാമ, ഫിലിപ്പ്, ഫിലിപ്പ്, പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി ചെല്ല്. ആഡമിനെ പിടിച്ചു മാറ്റ്. ഫിലിപ്പ് 2 സെക്യൂരിറ്റി ഗാർഡ്സും കൂടി വന്ന് ആഡമിനെ പിടിച്ചു മാറ്റി. താഴെ വീണ് അവശയായി കിടക്കുന്ന രാഹുലിനെ അന്നാമ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കുട്ടി ഓക്കെയാണോ? ഹോസ്പിറ്റലിൽ പോകണോ? ഞാൻ ഓക്കെയാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിനക്ക് പ്രേമിക്കാൻ കൊണ്ടവന്റെ ഭാര്യനെ തന്നെ വേണല്ലേ? താനെന്തിനാ ലൈലാനെ പൂട്ടിയിട്ടേക്കണേ? ദിസ് ഈസ് അഗെയിൻസ്റ്റ് ലോ. ഞാൻ അവളെ എന്ത് ചെയ്താലും നിനക്കില്ല. നിനക്ക് കിട്ടിയതൊന്നും മതിയായില്ലെന്ന് തോന്നണു. രാഹുൽ, that's none of your business. പെട്ടെന്ന് പോകാൻ നോക്ക്. ലൈല, wait and see.
I will surely come back. ആ ചെറുക്കൻ എന്തോരം നേരമായി വന്നിട്ട്? ഇപ്പൊ വന്നതേ ഉള്ളൂ. ആഡം, ഇത്തവണ നീ ചെയ്തത് എന്തായാലും കൂടിപ്പോയി. നീ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് ഇത്ര നേരം എവിടെ പോയി കിടക്കുമായിരുന്നു? നീ എന്നിട്ടാ പോയി കിടക്കുമായിരുന്നു? പതുക്കെ, ഇങ്ങനെ റേജ് ആവാതെ. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഷീ ഈസ് സഫറിങ് ഫോർ യു. ചേട്ടൻ എൻ്റെ ഒപ്പം ട്രീറ്റ്മെന്റിന് വരാൻ എഗ്രി ചെയ്യുവാണെങ്കിൽ അവളെ ഞാൻ റിലീസ് ചെയ്യാം. ഞാനപ്പോ ഇവിടെ കിടന്ന് ചത്തുപോയാലോ? ഞാൻ അവൾക്ക് നരകത്തിലേക്കുള്ള പാസ് എടുത്തു കൊടുക്കും. ആഡം, ദിസ് ഈസ് ടു മച്ച്. ഓക്കെ, ഐ പ്രോമിസ്. ഇത്തവണത്തെ എൻ്റെ ബർത്ത്ഡേക്ക് ശേഷം നിന്റെ ഒപ്പം ഏത് നരകത്തിലേക്ക് വേണമെങ്കിലും ഞാൻ വരാം. ചേട്ടാ, താങ്ക് യു സോ മച്ച്. മുറി തുറന്ന് കയറിയ അവൻ റൂമിൻ്റെ മൂലയ്ക്ക് ഇരിക്കുന്ന ലൈലയെ കണ്ടു. തൊടാത്ത 3 നേരത്തെ ഫുഡ് ഇരിക്കുന്നതും അവൻ ശ്രദ്ധിച്ചു. അതിൽ നിന്നും ചൂടാറാത്ത പ്ലേറ്റ് മാത്രം എടുത്ത് അവൻ അവളുടെ അരികിലേക്ക് നീങ്ങി. ഫുഡൊന്നും കഴിക്കാതെ പൈസ ലാഭിക്കാൻ നോക്കുന്നതാണോ? അവൻ അവളുടെ അടുത്ത് തറയിലിരുന്നു. Come, open your mouth. എനിക്ക് തന്റെ ഫുഡൊന്നും വേണ്ട, എടുത്തുകൊണ്ട് പോവാൻ നോക്ക്. നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഓക്കെ. ആഡം, തന്റെ വീറും വാശിയും എൻ്റെ അടുത്ത് എടുക്കുന്നത് പോലെയല്ല. രാഹുൽ ജസ്റ്റ് ഒന്ന് ഇവിടെ എന്നെ അന്വേഷിച്ച് വന്നെന്ന് വെച്ച് അവനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ മാത്രം തന്നോട് എന്ത് തെറ്റാ ചെയ്തത്? If I said I was jealous, do you believe me? An excuse? തന്റെ ഈ വൃത്തികെട്ട സ്വഭാവത്തെ ന്യായീകരിക്കാൻ കണ്ടുപിടിച്ച അടുത്ത കാരണം. താഴേക്ക് ഇറങ്ങി വാ, എനിക്ക് ഡിന്നർ കഴിക്കാൻ ഒരു കമ്പനി ഇതാ. അപ്പോൾ നാളെ കോളേജിലും പോണില്ല. ഓക്കെ, then I will not disturb you. ഈ റൂമിൽ കൊതു തീരുന്നത് വരെ ഇരിക്കുക. അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അതിനു മുന്നേ അവൾ അവിടെ നിന്നും താഴേക്ക് ഇറങ്ങി ഓടി. കലിപ്പ് മാറിയില്ലേ? You should apologize to him. കണ്ടവന്റെ പെണ്ണുമ്പോഴായിട്ട് ലൈൻ വലിച്ചതും പോരാ, അവന്റെ ചെറ്റത്തരം വെച്ച് നോക്കുമ്പോൾ ഞാൻ കൊടുത്തതൊന്നും പോരാ. അപ്പോ താൻ എന്നോട് ചെയ്തതോ? That's all legal. എന്ത്, ചേട്ടന്റെ ഭാര്യനെ മോളസ്റ്റ് ചെയ്യുന്നതോ? ലൈല, യു ക്യാൻ ഗോ ടു കോളേജ്, പക്ഷെ അത് പഠിക്കാൻ വേണ്ടിയായിരിക്കണം. അല്ലാതെ ആ ചെറുക്കനും നീയും കോളേജിൽ കറങ്ങി നടക്കുവാണെന്നെങ്ങാനും ഞാൻ അറിഞ്ഞ അവനെ ഞാൻ ഇപ്പോൾ വന്നപ്പോൾ കൊടുത്ത സ്വീകരണമല്ലായിരിക്കും കൊടുക്കുന്നത്. മൈൻഡ് ഇറ്റ്. ഹലോ മിസ്റ്റർ, എനിക്ക് എൻ്റെ പരിമിതികളെ പറ്റി നല്ല ധാരണയുണ്ട്. പിന്നെ താൻ എന്നെ ഇത്രയും നേരം പൂട്ടിയിട്ടതിൻ്റെ കണക്ക് എങ്ങനെ തീർക്കും? എനിക്കെന്നെ എന്നെ ചെയ്യണ്ടേ? എന്നെ പൂട്ടിയിടണോ? തന്നെ പോലത്തെ പ്രാന്തൊന്നും എനിക്കില്ല. ഐ ഓൺലി വാണ്ട് യു ടു റെസ്പെക്ട് മീ. പിന്നെ എന്നെ മനുഷ്യനായിട്ടൊന്ന് പരിഗണിക്കണം. ഒരു ദിവസം ഒരു ഇത്തിരി തരം പൂട്ടിയിട്ടപ്പോഴത്തേക്കും മനുഷ്യനല്ലാതായോ? അപ്പോൾ എൻ്റെ തന്തപ്പടി എന്ന് പറയണ ആ മനുഷ്യൻ എനിക്ക് 5-6 വയസ്സുള്ളപ്പോൾ 2 ദിവസമൊക്കെ ഫുഡ് തരാതെ പൂട്ടിയിട്ടതിന് നീ എന്തെന്ന് പറയും? താൻ നല്ല വികൃതി കാണിച്ചിട്ടുണ്ടായിരിക്കും. തൻ്റെ അപ്പൻ തന്നെ സഹിക്കാൻ വയ്യാതെ പൂട്ടിയിട്ടതായിരിക്കും. ഞാൻ ജാരസന്ധതയാർന്നെന്ന് മനസ്സിലായില്ലല്ലയോ? എൻ്റെ തള്ള ഏലിയാനേനെ ജോൺ കാഞ്ഞിരക്കോട്ട് തറവാട്ടിലേക്ക് കെട്ടിക്കൊണ്ടുവരുമ്പോഴേ പുള്ളിക്കാരത്തേക്ക് വയറ് വീർത്തിരിക്കുവാർന്നെന്ന്. അപ്പോ അലൻ didn't he care about you? ഒരുപാട്, പകരം വയ്ക്കാനാവാത്ത വിധം. അനക്കമൊന്നും കേൾക്കാത്തത് കൊണ്ടായിരിക്കാം തൻ്റെ റൂമിലേക്ക് എന്നത്തെയും പോലെ അതിക്രമിച്ച് കയറിയ വ്യക്തിയെ അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി. തൻ്റെ ബെഡിൽ കിടന്നുറങ്ങുന്ന ആഡമിനെയാണ് അവൾ കണ്ടത്. കിടക്കണ കിടപ്പ് കണ്ടില്ലേ? കണ്ടാ പറയോ കടുവയുടെ സ്വഭാവമാണ്. കടുവ.
അവനെ ഒന്ന് പുതപ്പിച്ചിട്ട് മാറാൻ തുടങ്ങിയ ലൈലയെ Let's sleep together. ഇല്ല, ഞാൻ ഇന്ന് ഉറങ്ങാണ്. ആഡം മാറിക്കേ. എനിക്ക് കണ്ണ് ആന ദേഹത്ത് കയറി കിടക്കണ പോലുണ്ട്. Stop messing around. I will not touch you tonight. I am tired. എനിക്ക് ഉറങ്ങണം. തനിക്ക് ഉറങ്ങിക്കാൻ കൂടെ നീങ്ങി കിടക്ക്. എന്റെ മേഘത്തിനാ കയറി കിടക്കണത്. എന്റെ റൂമിൽ കയറി വന്ന് എന്റെ കട്ടലും മൊത്തം കൈയടക്കിയതും പോരാ, എന്നിട്ട് ടച്ച് ചെയ്യൂലൊരു ഡയലോഗും. താൻ എന്നെ തുറഞ്ഞാൽ എന്നെ മുട്ടി നിൽക്കുവാണോ? ലൈല അന്നേ ദിവസം തുണിയൊന്നുമില്ലാതെ കിടക്കുന്ന ആഡമിനെയാണ് കണി കണ്ടത്. ഇങ്ങനെ ഇന്നലെ രാത്രി ഡ്രസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഞാനും ഇട്ടിട്ടുണ്ടോ? വെയിറ്റ്, എന്റെ ഡ്രസ് അവിടെ? വാട്ട്? ഈ വൃത്തികെട്ട മനുഷ്യനെ ഞാൻ ഇന്ന് കൊല്ലും. എടി ലൈല, എടി സോറി ലൈല, ഐ ആം റിയലി സോറി. എന്നോട് നീ ക്ഷമിക്ക് മുത്തേ. നീ എന്തെങ്കിലും ഒന്ന് എന്നോട് പറ. അന്ന് ആടെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ച് പോയി പൊന്നെ. One eternity later. വാട്ട്? റൂമിൽ പൂട്ടിയിട്ടെന്നോ? രാഹുലിനെ ഇടിച്ച് പപ്പടമാക്കിയെന്നോ? സാറ, അത് രാഹുലല്ലേ? എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാന്ന് തോന്നുന്നു. നീ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ്റെ ശ്രദ്ധ തിരിക്കുക. ഞാൻ അപ്പുറത്തേക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവും. സാറ, പിന്നെ വേണ്ടാത്തതൊന്നും പറഞ്ഞ് കൊളാക്കരുത് കേട്ടോ. ഓക്കേ, ഡീൽ. രാഹുൽ, ഇവിടെ. ഹായ്. ഇവിടെ നിന്നെന്താ വട്ടം കറങ്ങുന്നേ? ലൈല, അവൾ ഇന്ന് വന്നില്ലേ? ലുക്ക് രാഹുൽ, ഷീ ഈസ് ഓൾറെഡി മാരീഡ്. അത് വിട്ടുകളാ. ഐ കാണ്ട്. എനിക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിനുള്ള മറുപടി അവക്കളെ വായിന്ന് തന്നെ കേൾക്കണം. എന്നോട് ചോദിക്കേ, നിനക്കുള്ള മറുപടി ഞാൻ തരാം. അവൾ എന്തിനാ ഇങ്ങനൊരു വിവാഹത്തിന് തയ്യാറായത്? എല്ലാവരും പറയുന്നത് പോലെ അവൾ ശരിക്കും ഒരു ഗോൾഡ് ഡിക്കറാണോ? ചെറുക്കാൻ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ, സീനിയർ ആണെന്ന് നോക്കൂല, അടിച്ചു നീട്ടി അണക്കല്ല് തെറിപ്പിക്കും. അവക്കടെ അങ്കിൾ ആൻഡ് ഫാമിലി അവളെ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിച്ചു വിട്ടതാ. പകരം അവക്കടെ അങ്കിളിന് നല്ല ബെനിഫിറ്റും കിട്ടി. ഓക്കെ സാറാ, അപ്പോൾ കാണാം. താങ്ക് യു. വാട്ട്? ഞാൻ എന്താ പറഞ്ഞേ? എല്ലാം കൊളാക്കിയോ? അയ്യോ രാഹുൽ, പോവല്ലേ. അങ്ങനല്ല അന്നത്തെ ദിവസം വൈകുന്നേരം ലൈലയെ പിക്ക് ചെയ്യാൻ വന്നത് അലനായി ഫേക്ക് കോസ്റ്റ്യൂം അണിഞ്ഞ ആഡമാണ്. പറയേണ്ടതില്ലല്ലോ, കോളേജിലെ അന്നത്തെ ചർച്ചാ വിഷയം മുഴുവൻ അവളായിരുന്നു. അതുതന്നെയായിരുന്നു ആഡമിൻ്റെ ലക്ഷ്യവും. താനാണ് അവളുടെ അവകാശി എന്ന് ചിലരെ ബോധിപ്പിക്കുക. വീൽചെയറിലിരിക്കുന്ന അലൻ എന്ന് അവകാശപ്പെട്ട വ്യക്തിയെ രാഹുൽ സംശയത്തോടു കൂടി നിരീക്ഷിച്ചു. ലൈല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഈ വിവാഹത്തിൽ ശരിക്കും ഹാപ്പിയാണോ? യെസ്, ഐ ആം. ലൈക്ക് യു ആർ നോട്ട്. നീ അങ്കിളിൻ്റെ നിർബന്ധം മൂലമല്ലേ വിവാഹത്തിന് തയ്യാറായത്? നോക്ക് രാഹുൽ, എൻ്റെ സമ്മതം അതിലുണ്ടായിരുന്നു. ഓക്കെ, ഐ ആം ഗോയിങ്. ലൈല, നീ ശരിക്കും അലനെ കണ്ടിട്ടുണ്ടോ? ഇന്നലെ നിന്നെ ഇവിടെ വിളിക്കാൻ വന്നതാണോ നീ കണ്ടേക്കണ അലൻ? രാഹുൽ, ലുക്ക്, നീ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇടപെടാൻ വരണ്ട. ശരിയാണ്, നീ എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഐ വിൽ ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ബട്ട് നീ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് നിർത്തണം. ഐ ആം ഓൾറെഡി മാരീഡ്. ലൈല, നീ ശരിക്കും ഹാപ്പി ആണെങ്കിൽ അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ബട്ട് നീ പറ്റിക്കപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? നീ കാണുന്ന അലനല്ല ശരിക്കുള്ള അലൻ എന്ന് പറഞ്ഞാൽ? തിരിഞ്ഞു നടന്ന ലൈല പെട്ടെന്ന് അവിടെ സ്റ്റോപ്പായി. പിന്നെ ഒന്നും അറിയാത്ത നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണോ? നോക്കിലയില്ല, അങ്ങനെ ചുമ്മാ തെളിവുകളൊന്നുമില്ലാതെ നിന്റെ മുമ്പിൽ വന്ന് ഞാൻ ഓരോന്ന് ഉന്നയിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ?
അവിടെ രാഹുൽ ലൈലയുടെ മുമ്പിൽ കുറച്ച് തെളിവുകൾ എടുത്തു നിരത്തി. അത് അലൻ ബേൺ ആയ സമയത്തുള്ള ന്യൂസ് പേപ്പർ ഫോട്ടോ കട്ടിങ്സും ചില ബേൺ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ വീഡിയോസുമായിരുന്നു. ഇത്രയും സീരിയസ് ആയിട്ടുള്ള അലൻ വീൽചെയറിൽ ഇരിക്കാൻ പോയിട്ട് തനിയെ നിവർന്നിരിക്കാൻ പോലും പറ്റില്ല എന്നവൾക്ക് മനസ്സിലായി. നീണ്ട കാലത്തെ തൻ്റെ സംശയങ്ങൾക്ക് തെളിവുകൾ കൂടിയായപ്പോൾ അവൾക്കത് വിശ്വസിക്കാതിരിക്കാനായില്ല. चाहत कसम नहीं है, कोई रस्म नहीं है, दिल का बहम नहीं है, पर है तुमको। എനിക്ക് അലനെ കാണണം. ഇല്ലെങ്കിൽ ഞാൻ അലനെ കാണുന്നത് വരെ പട്ടിണി കിടക്കും. ഗോ ഓൺ. അന്നാമ, ഇവൾക്ക് ഇന്ന് ചോദിച്ചു വന്നാലും പച്ചവെള്ളം കൊടുക്കരുത്. ഓഹോ, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതും പറഞ്ഞവൾ മുറിയിലേക്ക് നടന്നു. മോനെ, ഇറ്റ്സ് നോട്ട് ഗുഡ്. എന്താ, കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ ആഹാരം കഴിക്കാതെ വാശി പിടിക്കാൻ. ഇന്നെന്താണാവോ ഇന്നത്തെ വാശിക്ക് എന്താ കാരണം? എനിക്ക് അലനെ കാണണം. ഇല്ലെങ്കിൽ നിരാഹാര സമരം തുടരുമോ? ഞാൻ അലനെ ഡിവോഴ്സ് ചെയ്യും. ശരിക്കും? ഞാൻ ഇങ്ങനെ ഒന്ന് വിരലിലൊടിച്ചാൽ മതി, നിന്റെ അങ്കിള് നിന്റെ 2 കൈയും കാലും കെട്ടി ഇവിടെ കൊണ്ടുവന്ന് വിടും. എന്താ, ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ചത്ത് പ്രേതായാലോ? എൻ്റെ പപ്പയുടെയും അമ്മയുടെ അടുത്തേക്ക് ഞാൻ പോയാലോ? എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തോണ്ടല്ലേ താനിങ്ങനെ എന്നോട് പെരുമാറുന്നത്? അവൾ അവൻ്റെ നാക്കിലൊന്ന് ആഴത്തിൽ കടിച്ചു. I want to see അലൻ. അവൾ പതുക്കെ അലനിരിക്കുന്ന വീൽചെയറിനടുത്തേക്ക് നടന്നു. ദീർഘശ്വാസം വിട്ട് ഉള്ളിലുള്ള ഭയത്തെ അവൾ ഓടിച്ചു. തനിക്ക് വരാനിരിക്കുന്ന ഹൃദയവേദനയെ മറികടക്കാൻ മുൻകൂട്ടി മനസ്സിനെ പാകപ്പെടുത്തിയിരുന്നു. ആഴമേറിയ തനിക്ക് ഏറ്റവും സുപരിചിതമായ ആ കണ്ണുകൾ അവൾ എന്തേ മുമ്പ് ശ്രദ്ധിച്ചില്ല എന്നോർത്തവൾ ദുഃഖിച്ചു. Did you miss me? അതിനുള്ള മറുപടി എന്ന പോലെ അവൾ അവൻ്റെ മടിയിലിരുന്നു. Yes, I missed you a lot. അവനെ ചുംബിക്കുന്നതിനിടയിൽ താൻ മുന്നേ കടിച്ച് ചോര വരുത്തിയ മുറിവിനെ അവൾ അന്വേഷിച്ചു. താൻ ഈ റിസൾട്ടിന് പ്രിപ്പയർഡ് ആയിരുന്നെങ്കിലും തന്നെ ഇത്രയും നാളും കുരങ്ങ് കളിപ്പിച്ചെന്ന അറിഞ്ഞപ്പോൾ അവൾക്ക് പൊട്ടിത്തെറിക്കാൻ മാത്രമേ ആയുള്ളൂ. നാക്കിലെ മുറിവ് ഒന്നുകൂടി അവൾ ആഴത്തിൽ കടിച്ചു. നിനക്കെന്താണ് പെണ്ണെ? ഇതൊക്കെ അനുഭവിക്കാൻ മാത്രം തന്നോട് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? അതെന്തിനാ എന്നെങ്ങനെ ദ്രോഹിക്കുന്നത്? നീ എന്നെ ഇത് കണ്ടുപിടിച്ച് യു ആർ സ്മാർട്ട് ഇനഫ്. ആഡം, you bastard. അതെന്തിനാ എന്നെങ്കിലും കബളിപ്പിച്ചത്? Why did you lie to me? Why, Adam? Why? എന്തിനാ എന്നെങ്കിലും ഫൂളാക്കിയത്? കാം ഡൗൺ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. I can't calm down. എനിക്ക് തന്നെ ഒരു എക്സ്പ്ലനേഷനും കേൾക്കണ്ട. കാരണം ഞാനൊരു ലിവിങ് പേഴ്സൺ ആണ്. എനിക്ക് ഫീലിങ്സ് ഉണ്ട്, നോവിച്ചാൽ വേദനിക്കുന്ന ഹൃദയമുണ്ട്. അത് ഇത്രയും അജിറ്റേറ്റഡ് ആവുന്നത് എന്തിനാ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? പിന്നെ ഞാനിവിടെ അർമാദിച്ച് തുള്ളണോ? Adam, I hate you. എന്താ കരയുന്നേ? മാഡം എങ്ങോട്ടാ പോകുന്നു ഈ രാത്രിയില്? Don't stop me. നിങ്ങൾ എല്ലാരും കൂടി എന്നെ കുരങ്ങ് കളിപ്പിക്കായിരുന്നല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. You're all liars. I hate you. I hate all of you. മോനെ, ലൈല കുട്ടി ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് മോൻ ചെല്ല് കൂട്ടിട്ട് വാ. എന്നിട്ടോ പിടിച്ച് മുറി പൂട്ടിടണോ അതോ കെട്ടിയിടണോ? അങ്ങനെ അവള് പോയില്ലേ? ലെറ്റ് ഹെർ ഗോ. നിനക്ക് അവളോട് ഫീലിങ്സ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ തിരിച്ചു വിളിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എടാ, നിന്റെ ഈ ചേട്ടനോട് നീ ക്ഷമിക്കണം.
നിന്റെ ഫീലിങ്സ് കണക്കിലെടുക്കാതെ നിന്നെ വിവാഹത്തിന് ഫോഴ്സ് ചെയ്തതിന്. എടാ അതോ എനിക്കിഷ്ടമുള്ള ഒരു ഐറ്റം ഫുഡില്ലായിരുന്നോ? നമ്മൾ പണ്ട് പോകില്ലായിരുന്നോ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ? എനിക്കത് വേണം. ഞാൻ വാങ്ങിയിട്ട് വരാം. വെയിറ്റ് ഫോർ മീ. യെസ് സർ, ആലൻ സർ. മോളെ അന്നാമ, എന്നാ ഇത് അന്നാമ ഉണ്ടാക്കിയ ന്യൂട്രീഷ്യസ് ഫുഡാ. വീട്ടിൽ ഉണ്ടാക്കിയതിൻ്റെ അത്രയും വരില്ലല്ലോ ഹോസ്റ്റൽ ഫുഡ്. അന്നാമയ്ക്ക് പനി വല്ലതുമാണോ? കണ്ണൊക്കെ ചുവന്ന് ഭയങ്കര ക്ഷീണം പോലെ തോന്നുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹെൽത്ത് നന്നായിട്ട് സൂക്ഷിക്കണം. അസുഖം വരുവാണെങ്കിൽ കണ്ട മെഡിസിൻ ഒന്നും വാങ്ങി ഉപയോഗിക്കരുത്. എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ ഡോക്ടറോട് ചോദിച്ച് പ്രിസ്ക്രൈബ് ചെയ്തു തരാം. ഓക്കെ ഓക്കെ. പിന്നെ മോൾ ഹോസ്റ്റലിൽ തന്നെ നിന്നോ, വീട്ടിലേക്ക് അടുത്തെങ്ങാനും വരണ്ട. അതെന്താ അന്നാമ, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് എല്ലാം ഓക്കെയാ. അപ്പോൾ ബൈ മോളെ. പിന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കണം കേട്ടോ. ഫുഡ് ഞാൻ സമയത്തിന് എത്തിച്ചോളാം. അന്നാമയുടെ പറച്ചിലിൽ എന്തോ പന്തികേട് അവൾ മണത്തു. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓടിക്കയറിയ ലൈല റിസപ്ഷൻ ഡെസ്കിലെ സ്റ്റാഫിനോട് അലൻ്റെ വിവരം അന്വേഷിച്ചപ്പോൾ ICUവിലാണെന്ന് അറിഞ്ഞതും അവൾ വേഗതയിൽ അവിടേക്ക് നടന്നു. അന്നാമ പോയതിനു ശേഷം അവൾ വീട്ടിലേക്ക് പോയെങ്കിലും വീടാകെ അടച്ചു പൂട്ടിയ നിലയിലായിരുന്നു. വീട്ടിലാരെയും കാണാത്തത് കൊണ്ട് ഡ്രൈവറിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് അലൻ കൈത്തണ്ടയിലെ നരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നും 2 ദിവസമായി കോമയിലാണെന്നും അറിഞ്ഞത്. അവൾ കോറിഡോറിലൂടെ ICU ലക്ഷ്യം വച്ച് നടന്നെടുത്തതും 2 ബോഡി ഗാർഡ്സ് വന്ന് അവളെ തടഞ്ഞു. അവിടുത്തെ ബഹളം കേട്ടാണ് ഫിലിപ്പ് അവിടേക്ക് വന്നത്. മാഡം എന്താ ഇവിടെ? അലനിപ്പോൾ എങ്ങനെയുണ്ട്? അലൻ എഴുന്നേറ്റോ? ഒന്നും പറയാനായിട്ടില്ല. പെട്ടെന്ന് തന്നെ എഴുന്നേറ്റില്ലേ, പിന്നെ കോമയിൽ നിന്ന് ഒരിക്കലും എഴുന്നേക്കില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 2 ദിവസം മുന്നേ വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ഇത് പെട്ടെന്ന് ഇങ്ങനെ ഞാൻ കാരണമാണോ? എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അങ്ങനെ പറയല്ലേ മാഡം. ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്. അകത്ത് ആഡം സാറുണ്ട്. മാഡത്തിനെ കാണാൻ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നല്ല. ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. ഞാൻ പുറത്ത് ഗ്ലാസ്സിൽ കൂടെ നിന്ന് നോക്കിക്കോളാം. ലൈല അവിടെ നിന്ന് ഫിലിപ്പുമായി തർക്കിക്കുന്നത് കേട്ടായിരിക്കും ഒരാൾ പതിയെ ICUവിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ഉറക്കക്ഷീണത്താൽ ചോരച്ചുവപ്പായിട്ടിരുന്ന കണ്ണുകളും അടുത്തെങ്ങാനും വെള്ളം തട്ടാത്ത പോലെ വിളറി വെളുത്തിരുന്ന ചുണ്ടുകളുമായി അവളുടെ മുമ്പിൽ നിന്ന ആഡമിനെ യുദ്ധക്കെടുതിയിൽ നിന്നും രക്ഷ തേടി വന്ന അഭയാർത്ഥികളെ പോലെ അവൾക്ക് തോന്നിച്ചു. ആ നിസ്സഹായതയാർന്ന കാഴ്ച മനസ്സിനുള്ളിലൊരു നീറ്റലായി അനുഭവപ്പെട്ടു. നിനക്ക് മതിയായോ? എന്തിനാ തിരിച്ചു വന്നേ? എന്ന് എന്റെ ചേട്ടൻ ചത്തു എന്നറിയാൻ വന്നതാണോ? അയ്യോ, എന്റെ ചേട്ടനെന്തേലും പറ്റിയാലുണ്ടല്ലോ. സാർ അടങ്ങ. Get out! എന്റെ ചേട്ടന് ആരുടെയും സിമ്പതി വേണ്ട. മോളെ ഹോസ്റ്റലിലോട്ട് വെക്കോ. എന്തിനാ ഇവിടെ ഇങ്ങനെ ഇരിക്കണേ? പോയാലും മോളിനി തിരിച്ചു വരണ്ട. മോളെ ആഡമിനെ കണ്ടില്ലേ? മോന് ദേഷ്യം വന്നാൽ ഇനി ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അലനാണെങ്കിൽ ഇനി കോമയെന്ന് എഴുന്നേക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. അലൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോ എനിക്കിങ്ങനെ പോകാൻ പറ്റണേ? ചേച്ചിക്ക് അന്ത്യാഭിലാഷം വല്ലതും ഉണ്ടോ?
പറ്റുന്നതാണെങ്കിൽ ഞാൻ നടത്തി തരാം. നിന്റെ സമയം അടുത്തു. അലൻ ബ്രോ കോമേല. അങ്ങേര് ഇതുവരെ ചത്തില്ലേ? ആ, പുള്ളി ചത്താർന്നെങ്കിൽ നീ ഇങ്ങനെ ജീവനോടെ ഇരിക്കുവോ? വരുൺ, എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടോ. ഐ ആം ഷുവർ എനിക്ക് അവനെ കൊമേന്ന് എഴുന്നേൽപ്പിക്കാൻ കഴിയും. അന്നാമ്മ ഇങ്ങത് താ, ഞാനത് ആഡമിന് കൊണ്ടേ കൊടുക്കാം. വേണ്ട മോളെ, മോളെ കണ്ട വീണ്ടും അടവിന് ദേഷ്യം കയറിയാലോ. നീ ആരാ? മേഡം ഞങ്ങളുടെ വീട്ടിലെ മരുമോളാ. ഷട്ട് അപ്പ്. നിന്നോട് ചോദിച്ചോ തള്ളേ? ഞാൻ അലൻ്റെ വൈഫാ. ആൻഡ് മുതിർന്നവരോട് അല്പം ബഹുമാനമാവാം. അയ്യോ, അലന്റെ ഭാര്യ ഇഡിയറ്റ്. സൈക്കാട്രിയുടെ ഡിപ്പാർട്ട്മെന്റ് ഈ ബ്ലോക്കിലല്ല. അന്നാമ്മ അതും കൊടുത്താ. ആഡം അതിപ്പോ കഴിക്കൂന്ന് തോന്നണ്ടോ? അവൻ അവന്റെ ചേട്ടന്റെ വെറും അടിമയാ. പാവം, വട്ട് കൂടിപ്പോയതാന്ന് തോന്നുന്നു. മീര, ഒന്ന് കാര്യം ചെയ്യാൻ നോക്ക്. മീര? ഇവരാണോ മീര? മീരയെ കണ്ട ആഡം അക്രമാസക്തനായി അവളെ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങി. ഇത് പ്രതീക്ഷിച്ചു നിന്ന വരുൺ പെട്ടെന്ന് ആഡമിനെ പിടിച്ചു നിർത്തി. ഐ വാണ്ട് ഹർ ഡെഡ്. എനിക്ക് അവളെന്റെ ചേട്ടന്റെ അതേ കുഴിയില് കൊന്ന് കുഴിച്ചു മൂടണം. വരുൺ, മാറി നിക്ക. ബ്രോ, ഇവൾ അലൻ ബ്രോയെ രക്ഷിക്കാൻ വന്നതാ. നമുക്ക് തെറ്റ് തിരുത്താൻ ഒരു ചാൻസ് കൊടുക്ക്. ചാൻസ് കൊടുക്കാൻ പോയിട്ട് ഇവിടെ 100 തവണ കൊന്നാലും അതിന്റെ ചേട്ടൻ അനുഭവിച്ച് തീർത്തതിന് തുല്യമാവില്ല. അതു എനിക്ക് ഒരവസരം കൂടി താ, ഒരൊറ്റയ്ക്കൊരവസരം. ഐ ആം ഷുവർ അലനെ എനിക്ക് എഴുന്നേൽപ്പിക്കാൻ കഴിയും. ഇനി എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ചാവാൻ തയ്യാറാ. നീ എന്നെ എങ്ങനെ വേണമെങ്കിലും കൊന്നോ. നിന്റെ നിഴല് പോലെ എന്റെ ചേട്ടന്റെ ദേഹത്ത് വീഴാൻ ഞാൻ അനുവദിക്കൂല. ഗെറ്റ് ഔട്ട്. ആ നിയന്ത്രണമില്ലാത്ത അഗ്നിസ്ഫോടനത്തെ അവൾ പുറകിൽ നിന്നും വന്ന് ബലമായി കെട്ടിപ്പിടിച്ചു. തന്റെ ചൂട് തട്ടിയത് കൊണ്ടായിരിക്കാം അവക്കടെ കൈകൾക്കുള്ളിലെ ആ ശരീരം ഒന്ന് റിലാക്സ് ആവുന്നത് അവൾ ശ്രദ്ധിച്ചു. ആഡം, മീരയ്ക്ക് ഒരു ചാൻസ് കൂടി കൊടുക്ക. അലൻ അവൾക്ക് വേണ്ടി മരിക്കുമെങ്കിൽ തീർച്ചയായും ജീവിക്കാൻ വേണ്ടിയും തയ്യാറാവും. വേറൊരു തരത്തിൽ പറയുവാണേ, അലന്റെ ഏറ്റവും വലിയ കൺസേൺ അത് നിങ്ങളല്ല ആഡം, അത് ഇവരാ, മീര. അലൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കും, ബട്ട് ജീവിക്കില്ല. മീരയ്ക്ക് വേണ്ടി ഹി വിൽ ഡു എനിത്തിങ്. നിങ്ങൾക്കത് ഇഷ്ടമാവില്ലെന്ന് എനിക്കറിയാം, ബട്ട് ദിസ് ഇസ് ദ ട്രൂത്ത്. അവനെ ഒട്ടാതെ മാറി നിൽക്ക്, യു ഉളുപ്പില്ലാത്തവളെ. അലൻ, ആ കണ്ണുകൾ തുറന്ന് എന്നെ ഒന്ന് നോക്കലൻ. ഞാൻ മീരയാണ് അലൻ, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിന്റെ സ്വന്തം മീര. Don't stop. Keep doing that. അലൻ, ഒന്ന് എഴുന്നേക്ക് അലൻ. നീ എഴുന്നേറ്റില്ലേ എന്നെ നിന്റെ അനിയൻകുട്ടൻ ജീവനോടെ കുഴിച്ചു വിടുമെന്നാ പറഞ്ഞേക്കണേ. പ്ലീസ് അലൻ, ഒന്ന് എഴുന്നേക്ക്. എൻ്റെ കയ്യിലോട്ടും കാലിലോട്ടും ഒന്ന് നോക്കി. ആകെ മുറിഞ്ഞ് ഈ ആഡം എന്നെ ചങ്ങലക്കിട്ടേക്കുമായിരുന്നു. നീ എഴുന്നേറ്റില്ലേ ആഡം എന്നെ കൊല്ലാക്കൊല ചെയ്യും. പ്ലീസ് അലൻ, ഒന്ന് കണ്ണു തുറക്ക്. അങ്ങനെ നീണ്ട 10 മണിക്കൂറിന് ശേഷം നിസ്സഹായനായ ആഡം ICUയിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അലൻ കണ്ണു തുറന്നു. ICUയിലേക്ക് ഓടിക്കയറിയ ആഡം കോമയിൽ നിന്നും എഴുന്നേറ്റ് അലനെ കണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു. തൻ്റെ കൈകളിലേക്ക് ക്ഷീണിച്ച് തലകറങ്ങി വീണ മീരയെ പെട്ടെന്ന് അവൻ പിടിച്ചു. ഫിലിപ്പിനോട് ഇവൾക്കുള്ള താമസ സൗകര്യം അറേഞ്ച് ചെയ്യാൻ പറ. ശരി ബ്രോ. ലൈല മീര കിടന്നിരുന്ന വാർഡിലേക്ക് പ്രവേശിച്ചു. അവൾ മീര കിടന്നിരുന്ന ബെഡിന് അരികിലായി ഇരുന്നു. തൻ്റെ എതിരാളിയുടെ സാമീപ്യം മണത്തറിഞ്ഞതുപോലെ മീര പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. നീയും ആഡവും തമ്മിലെന്താ ബന്ധം? ഞാൻ അലൻ്റെ വൈഫാണ്.
പിന്നെ ആഡമിൻ്റെ അനിയനും. നീ ശരിക്കും അലന്റെ വൈഫാണോ? നീ എന്ത് കണ്ടിട്ടാ അലനെ കല്യാണം കഴിച്ചത്? I don't know. Maybe the luxurious life. Oh, you are quite frank. Yeah, thank you. Thank you so much. അലനെ എണീപ്പിച്ചതിന്. Your dedication and persistence were really admirable. നീ ശരിക്കും നന്ദി പറയുന്നതാണോ അതോ അഭിനയിക്കുന്നതാണോ? What do you mean? ഹിപ്പോക്രൈറ്റ്. മീര അവളെ അടിമുടിയൊന്ന് സ്കാൻ ചെയ്തു. കഴിഞ്ഞ തവണ ആഡമിനെ കണ്ടപ്പോൾ അവൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ബൈക്ക് മാർക്ക് അത് തൻ്റെ മുമ്പിലിരിക്കുന്ന പെണ്ണിൻ്റേതായിരിക്കുമെന്ന് മീര വെറുതെ ഊഹിച്ചു. നീ ആഡമിന് കിടന്നു കൊടുത്തോ? What? യു ബെറ്റർ നോട്ട്, കോസ് ഹീസ് മൈൻ. എൻ്റെ മാത്രം. അവനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചവളന്മാരെ പോലും ഞാൻ വെറുതെ വിടില്ല. Oh, you love him? Then we can be sisters from now on. പക്ഷെ അലൻ അവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അവന് എന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെ നിന്നെ എന്തിനാ കല്യാണം കഴിച്ചത്? വാട്ട് എ ഹിപ്പോക്രൈറ്റ്. അതും ശരിയാണ്. മേ ബി അലനൊരു കൂട്ട് വേണമെന്ന് തോന്നിക്കാണും. ബട്ട് ഹി ട്രൂലി ലവ്സ് യു. എപ്പോൾ വേണമെങ്കിലും ഞാൻ ഒഴിവായി തരാം. ഞാൻ അലനെ ഡിവോഴ്സ് ചെയ്യാം. ഡോണ്ട് യു ഡെയർ. മിസ്, ഇത് കഴിക്ക്. കുട്ടിയെ അലനെ എഴുന്നേൽപ്പിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ? വളരെയധികം നന്ദിയുണ്ട് കുട്ടി. ആഡം അവിടെ, അവനെ വിളിക്ക്. അവനെനിക്ക് ഫുഡ് തന്നാൽ മതി. കുട്ടി, ആഡം അലമ്മോൻ്റെ മാറ്റേഴ്സായി ഭയങ്കര ബിസിയാ. ആഡമിനെ വിളിക്കാൻ പറഞ്ഞാൽ വിളിച്ചാൽ മതി. ആരാ പറഞ്ഞേ ഞാൻ തിരക്കിലാണെന്ന്? എന്നാ ഗിവ് ഇറ്റ് ടു മീ. മിസ് മീരാനെ സെർവ് ചെയ്യാൻ ഞാൻ എൻ്റെ ഏത് തിരക്കും മാറ്റി വയ്ക്കും. വാ തുറക്കാം. ആഡം അവളെ വാൺ ചെയ്തത് കൊണ്ടായിരിക്കാം. ഏതാണ്ട് ഒരു മാസമായി അവൾ ഹോസ്പിറ്റലിലേക്ക് അലനെ കാണാൻ പോയില്ല. ഈ ഒരു മാസം കൊണ്ട് അലൻ്റെ കണ്ടീഷൻസിൽ ഒരുപാട് ബെറ്റർമെൻറ്റ് വന്നിരുന്നു. എന്നും ഫിലിപ്പിൻ്റെ അടുത്ത് നിന്നും ഫോണിലൂടെ വിവരങ്ങൾ അവൾ തിരക്കി അറിഞ്ഞിരുന്നു. മീര തിരിച്ചു വന്നതിനാൽ അവളുടെ ആവശ്യം ഇനി കാണില്ല എന്നവൾ മനസ്സിൽ കരുതി. നീ എന്താ പിന്നെ വായും പൊളിച്ച് നോക്കിയിരിക്കുന്നത്? നിനക്കത് ഇഷ്ടമായില്ലേ? ഞാൻ വേറെ ഓർഡർ ചെയ്യാം. നിനക്ക് എന്താ സാറാ, വല്ല ലോട്ടറി അടിച്ചോ? അതോ ഏതെങ്കിലും പണച്ചാക്കിനെ കീശയിലാക്കിയോ? ഒരു പണച്ചാക്കിനെ വലയിലാക്കണമെന്നുണ്ട്. പക്ഷെ മൂപ്പർക്ക് കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളാ വീക്ക്നെസ്. അതാരെയോ കൊള്ളിച്ചു പറഞ്ഞതുപോലെ. എന്തായാലും നിന്നെയല്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, ഇതിനൊക്കെ പേ ചെയ്യുന്നത് വേറൊരാളാ. കിട്ടിയ അവസരം മുതലാക്കിക്കോ. വേറെ ആളെന്ന് വെച്ചാ ആര്? ആര് സാറാ? ആ വണ്ടൻ. ഏത്? ആഡം. അല്ലാതെ പിന്നെ ആരാ? ആഡോ? ആഡം അതിന് ഏത് നേരം ഹോസ്പിറ്റലല്ലേ? ഇവിടെ വന്ന് ബില്ല് പേ ചെയ്തുകൊണ്ടിരിക്കാൻ അവർക്കെന്താ പ്രാന്തുണ്ടോ? ആ, ചെറിയ ഭ്രാന്തുണ്ട്. നിന്നെ കണ്ട അന്ന് മുതൽ തുടങ്ങിയതാ. തൻ്റെ അടുത്ത് ചേർന്നിരുന്ന ആഡമിനെ പെട്ടെന്ന് അവൾ നോക്കി. ആഡമിനെ കണ്ടതും അവളുടെ കണ്ണുകൾ വല്ലാതൊന്ന് തിളങ്ങി. സുഖം തരാ വലിയുഗം വിടാ. விழியிலே ஒரு கீரலே விழுந்ததே தெரியாமல, தரையிலே நிழல் வேகுதே தனிமையை அறியாமல, நினைவுகள் விளையாடுதே நிஜமது புரியாமல, இதழ்களும் திறக்காமலே இதயங்கள் இணைந்திட உயிர் பிழைத்திடும். போகாதே அழகே இனி தாங்காதே உயிரே, என்னை தோண்டாதே திமிரே, பகல் வேஷம் போடாதே. உன்னை தீராமல் பிடித்தேன், உயிரின் உள்ளே மறைத்தேன், வெளியில் கொஞ்சம் நடித்தேன். மீரா Are you happy? നുണ. ആ ചങ്കിടിപ്പ് കൂടിയത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. നിന്റെ വാ പോലെ ഏതായാലും ആ ഹൃദയം കള്ളം പറയില്ല. അപ്പോ ഈ
ഇരിക്കാം. പെട്ടെന്ന് അവൾ എന്തോ ഓർത്തതുപോലെ ബാഗിൽ നിന്നും കുറച്ച് പേപ്പർ ഡോക്യുമെന്റ്സ് എടുത്ത് പതുക്കെ ആഡമിന് നേരെ നീക്കി വെച്ചു. ഇത് ഡിവോഴ്സ് സെറ്റിൽമെന്റ് പേപ്പേഴ്സ് ആണ്. ഞാനിതിൽ ഓൾറെഡി സൈൻ ചെയ്തു. അലൻ്റെ സൈനും കൂടി വേണം. ഈ വീക്കെൻഡിൽ എൻ്റെ സാധനങ്ങളൊക്കെ വന്ന് ഞാൻ എടുത്തോളാം. വൈകിട്ട് കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാം. ഞാൻ രാത്രി അവിടെ ഉണ്ടാവും, എന്നിട്ട് തീരുമാനിക്കാം. 1 മാസത്തോളമായി ആഡം ഫുൾ ടൈം മീരയുടെ കൺവട്ടത്ത് ആയതുകൊണ്ടായിരിക്കാം പെട്ടെന്നൊരു ദിവസം ഉച്ചയായിട്ടും ആഡമിനെ കാണാത്തത് കൊണ്ട് മീര അനിഷ്ടം പ്രകടിപ്പിക്കാൻ തുടങ്ങി. ആഡം എവിടെ പോയേക്കുവാ? എന്താ ഇതുവരെ വരാത്തേ? ബ്രോ ഇപ്പോൾ വീട്ടിലായിരിക്കും. നോണ പറയരുത്. മിക്കവാറും അവൻ ആ പെണ്ണിനെ കാണാൻ പോയിട്ടുണ്ടാവും. ലീല. ചുമ്മാ അപവാദം പറഞ്ഞു പരത്താതെ പെണ്ണുപിള്ളേ. എന്നെപ്പോലുള്ള പൊട്ടന്മാർക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പെണ്ണിൻ്റെ ഉള്ളിലരിപ്പറിയാൻ പെണ്ണിന് മാത്രമേ കഴിയുള്ളൂ. യുഗ്, എന്നെ ആഡമിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. അതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ തുനിഞ്ഞു. അതിനു മുന്നേ വരുൺ ഡോർ ലോക്ക് ചെയ്തു. ദേ പെണ്ണുപിള്ളേ, ബ്രോ ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞില്ലേ? അലൻ, അലൻ, എന്നെ രക്ഷിക്ക് അലൻ. ഹാ അലൻ, പ്ലീസ് അലൻ. മീര ഭിത്തിക്കെട്ട് തലയിടിച്ച് അലമുറയിട്ട് കരയാൻ തുടങ്ങി. അത് മീനല്ല കരയുന്നത്. എന്നെ പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോകും. ആഡം അവളെ വീണ്ടും പൂട്ടിയിട്ട് കാണും. ചേട്ടൻ എന്താ ഈ കാണിക്കുന്നേ? നീ എന്താ മീരയെ ചെയ്തത്? ഞാനൊന്നും ചെയ്തിട്ടില്ല. അവൾ പഠിച്ച കള്ളിയാ. ചേട്ടൻ അവളെ ട്രിക്കിലാക്കുന്നതാ. ആഡം, ഡോണ്ട് ഡു എനിത്തിങ് ടു ഹർ. ചേട്ടനൊന്ന് അടങ്ങ്. ഞാൻ അവളൊന്നും ചെയ്തിട്ടില്ലെന്നേ. ആഡമിനെ കണ്ടതും മീര ഒന്ന് കെട്ടടങ്ങി. മീരയുടെ മെസ്സിയായി കിടന്നിരുന്ന ആ മുടിയെ ചെവിയുടെ പുറകിൽ ഒതുക്കി വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അനുസരണയുള്ള നല്ല കുട്ടിയായിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയേ. ഇത്രയും ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി എന്തിനാ? നീ കാരണ. നീ എന്തിനാ എന്നെ ഇവിടെ ആക്കിയിട്ട് ആ പെണ്ണിനെ കാണാൻ പോയത്? ആ ലൈലാനെ. അവളെ എനിക്കും കൂടി പിടിക്കല്ല. മണ്ടത്തരം പറയാതെ. ഞാൻ ഒന്ന് വീട്ടിൽ പോയി കുളിച്ചു. പിന്നെ എൻ്റെ താടിയൊക്കെ ഒന്ന് ഷേവ് ചെയ്യണമായിരുന്നു. ശരിക്കും? മീര എങ്ങി നിന്ന് അവനെ ഒന്ന് മണത്തു. അവൻ്റെ കുളി കഴിഞ്ഞിറങ്ങിയതിൻ്റെ ഫ്രഷ് സ്മെല്ല് ആവാഹിച്ച് കള്ളം പറഞ്ഞതല്ലെന്ന് ഉറപ്പുവരുത്തി. എൻ്റെ ബ്രദറിനെ വിഷമത്തിലാക്കിയത് എന്തിനാ? ചെന്ന് സമാധാനിപ്പിക്കുക. നിനക്കതൊക്കെ ഞാൻ നീ പഠിപ്പിച്ചു തന്നിട്ട് വേണോ? എനിക്ക് പോകാൻ ഇഷ്ടമല്ല. എനിക്കൊരു ഉമ്മത്താ. എങ്കിൽ ഞാൻ പോവാം. വാശി പിടിക്കരുത്. എൻ്റെ ചേട്ടൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുവാ. ചെല്ല്. എൻ്റെ ബ്രദർ നന്നായിട്ടിരുന്ന മോള് നന്നായിട്ടിരിക്കും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തണ്ടല്ലോ. യാ ഐ നോ. അലൻ, വൈ സോ സീരിയസ്? ഞാൻ വെറുതെ ബോറടിച്ചപ്പോൾ ബഹളം വെച്ചതല്ലേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓക്കെയാ. മീര, നിനക്ക് ബോറടിക്കുവാണെങ്കിൽ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുക. ഇടയ്ക്ക് എന്നെ കാണാൻ വന്നാൽ മതി. അത് അലൻ. ആഡം, നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക. എനിക്ക് പേഴ്സണലി മീരയോട് സംസാരിക്കണം. ശരി, ഞാനിവിടെ പുറത്ത് തന്നെ ഉണ്ടാവുകയെ. അലൻ, അത് എനിക്ക് അലൻ്റെ വീട്ടിൽ പോയി നിന്നാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെ ഈ ആശുപത്രിയുടെ മണം എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല അലൻ. പിന്നെ നമ്മുടെ ഫുഡാണെങ്കിൽ ഭയങ്കര ടേസ്റ്റിയാണ്. പ്ലീസ് 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 പ്ലീസ്. ഓക്കെ, ഐ അഗ്രി. താങ്ക് യു. പിന്നെ പെട്ടെന്ന് സുഖം പ്രാപിക്കേ. ഓക്കെ, ഞാനവിടെ വീട്ടിൽ അലനെ തിരിച്ചു വരവനെ കാത്തിരിക്കും. പിന്നെ ഇത് അലൻ തന്നെ ആഡമിൻ്റെ അടുത്ത് പറയണം. എനിക്ക് പേടിയാ. ഹീസ് സോ അഗ്രസീവ്. ഫൈനലി മോളങ്ങനെ തിരിച്ചു വന്നു. വാ, ഇവിടെ വന്നിരിക്കെ. മോൾക്ക് വിശക്കുന്നുണ്ടോ? കുടിക്കാൻ എന്താ എടുക്കണ്ടേ? പിന്നെ മോൾക്ക് മടി വരാൻ തോന്നുന്നുണ്ടോ? അല്ല, ഛർദ്ദിക്കാൻ വല്ലതും വരുന്നുണ്ടോ? ഛർദ്ദിക്കാനോ? നോ, ഐ ആം ഫൈൻ. അനാമ എന്താ ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ? ആ, പോയതാ. അപ്പോ ആഡമൻ പറഞ്ഞു മോളിന്ന് വരുന്നുണ്ട്. അപ്പൊ അവനിവിടെ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. മോളെ, അത് മോള് വേഗം മോക്കടെ റൂമിൽ പോയിരിക്കെ. ആഡം വരുന്നുണ്ടെന്നാ പറഞ്ഞേ. കൂടെ മീരയും ഉണ്ടെന്ന്. അതിന് റൂമിൽ പോയിരിക്കുന്ന എന്തിനാ? മീര മേഡം ഭയങ്കര ഡേഞ്ചറസ് ആണ്. മോള് പുള്ളിക്കാരത്തിയായിട്ട് അടുക്കാതിരിക്കുന്നതാ നല്ലത്. എങ്കിൽ ഞാൻ പിന്നെ ഒരു ദിവസം വരാം. ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ.
മീര, കൂടുതൽ വിളച്ചെടുത്താൽ നിന്റെ കയ്യും കാലും കെട്ടി ഞാൻ ജോഷിയുടെ ക്ലബ്ബിൽ കൊണ്ടുവന്നിടും. അവിടെ വരണ മൊയന്തുകൾക്ക് നിന്നെ വിറ്റ് പുള്ളി നല്ല കാശുണ്ടാക്കിക്കോളും. സോ ക്രൂവൽ. വൈ ഡോണ്ട് യു ട്രെയിൻ ഇറ്റ് ഫസ്റ്റ്? ഒരു പുരുഷനും സ്പർശിക്കാത്ത എന്നെ നീ ആദ്യം ട്രെയിൻ ചെയ്യ്. എൻ്റെ ബോഡി ക്ലീനാ, നിനക്ക് വേണ്ടി ഞാൻ കാത്തു വെച്ചതാ. അതും പറഞ്ഞ നീരാളിയെ പോലെ അവൾ അവനെ വലിഞ്ഞു മുറുകി. അവളുടെ കൈകൾ വേണ്ടാത്ത ഭാഗത്തേക്ക് നീങ്ങുന്നത് ശ്രദ്ധിച്ചത് കൊണ്ടായിരിക്കാം. മീര, നിന്റെ കൈ ഞാൻ വിട്ടു. സോ പെയിൻഫുൾ. ആ പല്ല് വെച്ച് കടിച്ചാലും മതി. നീ നിന്റെ മരണത്തെ വിളിച്ചു വരുത്തുന്നത്. ഐ നോ. അതോ, നീ എന്താ നിന്റെ ബ്രദറിനോട് നമുക്ക് മുൻപരിചയമുള്ള കാര്യം പറയാതിരുന്നത്? നിനക്ക് പേടിയാണോ? ഓൾറൈറ്റ്. എനിവേ, നിന്റെ ബ്രദർ സുഖപ്പെടാൻ ഐ വിൽ കോപ്പറേറ്റ് വിത്ത് യു. ദാറ്റ്സ് വാട്ട് യു ഷുഡ് ഡു. അലൻ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ നീ എന്താ എന്നെ ചെയ്യാൻ പോകുന്നേ? തല വെട്ടോ അതോ തൂക്കിക്കൊല്ലോ? അതൊക്കെ നിനക്ക് വേദന ഇല്ലാത്ത മരണമല്ലേ? അത് ശരിയാ. ഹൗ അബൌട്ട് മേക്കിംഗ് മീ യുവർ സ്ലേവ്? നിന്റെ കിടപ്പറയല്ല അടിമ. നീ എന്നെ ടോർച്ചർ ചെയ്യുന്ന ഏത് മരണവും ഞാൻ സ്വീകരിക്കും. നിന്നിൽ അമർന്ന് കിടക്കുമ്പം മരിക്കാനാ എനിക്ക് ഏറ്റവും ഇഷ്ടം. ബ്രോൻ്റെ ഒക്കെ ഒരു യോഗം. അടുത്ത ജന്മത്തിൽ എനിക്ക് ബ്രോ ആയിട്ട് ജനിച്ചാൽ മതി. പെട്ടെന്ന് ആഡം കൂടെയുണ്ടായിരുന്ന വരുണിനോട് എന്തോ ആംഗ്യം കാണിച്ചു. അത് മനസ്സിലായതുപോലെ തയ്യാറാക്കി വച്ചിരുന്ന ചങ്ങല കൊണ്ടുള്ള ലോക്സ് വെച്ച് വരുൺ മീരയെ തടവിലാക്കി. യു സൺ ഓഫ് ബീച്ച്, ലോക്ക് അയക്കടാ പാട്ടി. ആഡം, നീ തരം താഴരുത്. നിന്നോട് ദയ കാണിച്ചാൽ അതെൻ്റെ ചേട്ടനോട് കാണിക്കുന്ന ക്രൂരതയായിരിക്കും. ലിവിംഗ് റൂമിലെ ബഹളം കേട്ട് ഓടി വന്ന ലൈല മീരയെ ഉപദ്രവിക്കുന്ന ദൃശ്യമാണ് കണ്ടത്. മാഡം, നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഒരു പെണ്ണിനെ ഇങ്ങനെ ചങ്ങലക്കിടാന്നൊക്കെ പറഞ്ഞ തന്റെ ബ്രദർ അറിഞ്ഞ അവർക്ക് എന്ത് ഫീൽ ചെയ്യും? നിന്നോട് ഇങ്ങോട്ട് വരാൻ ആരാ പറഞ്ഞേ? റൂമിൽ പോയിരിക്കുക. ഞങ്ങൾ വെറുതെ കളിക്കുന്നതാ, വെറുതെ തെറ്റിദ്ധരിക്കാതെ. ഇവിടെ വല്ല ബിരിയാണിയും വിളമ്പുന്നുണ്ടോ? വായും പൊളിച്ച് നോക്കിക്കാതെ നിന്റെ റൂമിൽ പോയിരിക്കാനാ പറഞ്ഞത്. ഡു യു ഹിയർ മീ? എന്റെ ലീല, നീ എന്തിനാ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ തലയിടാൻ നിൽക്കുന്നത്? ആഡം, അപ്പൊ ശരിക്കും നിനക്ക് ഈ പെണ്ണുമായിട്ട് അഫയർ ഉണ്ടല്ലേ? മോള് വേണ്ടാത്ത കാര്യങ്ങൾ തലയിടാൻ നിൽക്കണ്ട. ആഡം, നിന്റെ ബ്രദർ ജീവന് തുല്യം സ്നേഹിക്കുന്ന പെണ്ണിനെ നിനക്ക് കൊല്ലാം. ബ്രദറിന്റെ ഭാര്യയുമായി വേണ്ടാത്ത ബന്ധം വയ്ക്കുന്ന നിനക്ക് നിന്റെ ബ്രദറിനോട് എന്ത് റെസ്പെക്റ്റാ ഉള്ളത്? ആഡം ബ്ലൂ കളർ ലിക്വിഡ് നിറച്ച ഒരു സിറിഞ്ച് കൊണ്ട് മീരയുടെ കഴുത്തിൽ കുത്തിയിറക്കിയതും മീര ബോധം കെട്ടു വീണു. ദേഷ്യത്തിൽ അല്ല ആഡം, ഇത് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞതുപോലെ ഞാൻ ഓൾറെഡി സൈൻ ചെയ്തു. ഇതിലൊന്ന് ആലിൻ്റെ സൈൻ കൂടി വാങ്ങി തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്നെ ശരിക്കും നിനക്ക് പറ്റില്ലാത്തത് കൊണ്ടാണോ? ട്യൂഷനായിട്ടൊരു ബന്ധമില്ലാത്ത ചോദ്യാലോ. ഇനിയിപ്പോൾ എൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. പോരാത്തതിന് മീര തിരിച്ചും വന്നു. ഞാനിവിടെ ഒരു I need you. There's a meeting in my നിനക്ക് ഇത് തന്നെയാണോ പണി? അയ്യേ, ഉള്ളിപ്പ്, ലേശം ഉള്ളിപ്പ്. ഈ പാപമൊക്കെ നീ എവിടെ കൊണ്ടേ കഴുകി തീർക്കും? Sir, there is a malfunction in the area of stock market. Seems like someone is playing behind. JK ഗ്രൂപ്പുമായി കൊമ്പ് ഓർക്കണമെങ്കിൽ അവർ ചില്ലറക്കാരല്ല അല്ലേ ഐറാം? അപ്പോൾ അവർക്ക് ഞാൻ ചത്ത് കണ്ടാൽ മാത്രം പോരാ, വേറെ ലക്ഷ്യങ്ങളുണ്ട്. സർ പറഞ്ഞു വരുന്നത് ഇത് മീരയുടെ പിന്നിലുള്ളവരാണെന്നാണോ? അതിലെന്താ ഇത്ര സംശയം? ലൈല, നീ വരൂലെന്നറിയാം. അതുകൊണ്ടാ പുള്ളി ഇത്തവണ ഇങ്ങോട്ട് ഫുഡ് കൊണ്ടു തന്നത്. ഒരു ഔട്ടിംഗ് മിസ്സായി. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അന്നാമാസ് സ്പെഷ്യൽ കുക്കിംഗ്. നീ കഴിക്കണോ? എനിക്ക് വേണ്ട. ഡെലീഷ്യസ്. നീ ഇത് മുഴുവനും കഴിച്ചോ? എനിക്ക് വെക്കാതെ. നീ എന്താ ലൈല ചുമ്മാ ഇങ്ങനെ ഈ ഗർഭിണിമാരെ പോലെ പെരുമാറുന്നേ? കുറച്ചു നേരം മുമ്പല്ലേ നീ കഴിക്കാമെന്ന് പറഞ്ഞേ. ടേസ്റ്റി.